പാർലമെന്റിൽ വർഷകാല സമ്മേളനം രണ്ടാം ദിനത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചതോടെ സഭാ സമ്മേളനം അലങ്കോലപ്പെട്ടു. CJP നയിച്ച റാലിയിലേക്ക് പാഞ്ഞു കയറിയ പോലീസ് വലിയ മർദ്ദനം അഴിച്ചുവിടുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്ത് പാർലമെന്റിൽ പ്രതിപക്ഷം വിമർശനം ശക്തമാക്കിയതോടെ രാജ്യസഭ നിർത്തിവയ്ക്കേണ്ടി വന്നു ചെയർമാന്. മറ്റൊരു സഭാ സമ്മേളന കാലയളവും സംഘർഷഭരിതമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. പാർലമെന്റിൽ ഇന്ത്യ സഖ്യത്തിനെ ഈ സമ്മേളന കാലയളവിൽ നയിക്കുന്നത് പ്രിയങ്കയും രാഹുൽ ഗാന്ധിയുമാണ്. CJPയെയും അവരുടെ പ്രതിരോധങ്ങളെയും എന്നും പിന്തുണയ്ക്കുന്ന രാഹുൽ ഗാന്ധി ഈ വിഷയം വീണ്ടും സഭയിൽ ആളിക്കത്തിക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം അനാവശ്യ ചോദ്യങ്ങളുമായി ഇറങ്ങിയ ഗോദി മീഡിയയെ തള്ളി മാറ്റുന്നുണ്ട് രാഹുൽ ഗാന്ധി. പ്രിയങ്കയെയും മാധ്യമങ്ങൾ വളഞ്ഞിരുന്നു. അപ്പോഴും രാഹുൽ ഗാന്ധി ഇടപെടുന്നുണ്ട്. എന്റെ ഭാഗത്തു നിന്നും ഇന്ന് കമന്റുകളൊന്നും ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളെ രാഹുൽ ഗാന്ധി തള്ളി മാറ്റുകയായിരുന്നു. സഭ പ്രക്ഷുബ്ധമാകുമ്പോൾ അതിന്റെ ബാക്കി പത്രമായി സഭയ്ക്ക് പുറത്തും പ്രതിഷേധം ശക്തമാണ്. മോദിയുടെ സ്വന്തം മീഡിയകൾക്ക് രാഹുലിനെയും പ്രിയങ്കയെയും സമൂഹ മധ്യത്തിൽ അപമാനിക്കണമെന്ന നിശ്ചയദാർഢ്യമുള്ളതുപോലെയാണ് പെരുമാറ്റം. അവിടെയാണ് രാഹുൽ ഗാന്ധി പൊട്ടിത്തെറിച്ച് പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും പാർലമെന്റിന് പുറത്ത് നിൽക്കുമ്പോഴേ മാധ്യമങ്ങൾ നോട്ടമിട്ടിരുന്നു. അതിനുശേഷം തന്റെ വാഹനത്തിലേക്ക് പ്രിയങ്കയും രാഹുലും നടന്നു കയറിയതോടെയാണ് മാധ്യമങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങി തടഞ്ഞത്. ഇതോടെയാണ് രാഹുൽ ഗാന്ധിക്ക് നിയന്ത്രണം നഷ്ടമായത്. മാധ്യമങ്ങൾക്ക് മുൻപിൽ വായ് തുറക്കാൻ പേടിക്കുന്ന പ്രധാനമന്ത്രിയുള്ള നാട്ടിലാണ് പ്രതിപക്ഷ നേതാവിനെതിരെ മാധ്യമങ്ങളുടെ ഈ ഇരട്ടത്താപ്പെന്നും പറയേണ്ടി വരും. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. सर आज हाउस नहीं चला, आप लोग मुद्दा उठाना चाहते थे राम मंदिर। सॉरी मैम, मुझे चलने दीजिए, चलने दीजिए। मैं कमेंट नहीं कर रहा अभी। मैम राम मंदिर का इश्यू आप लोग उठाना चाह रहा था विपक्ष, लेकिन सरकार बार बार हाउस एडजर्न हो रहा है, क्या कहेंगे आप? आज प्रधानमंत्री जी ने भी कई टिप्पणियां की हैं। लाठीचार्ज हुआ है जनता स्तर पर, युवाओं के ऊपर लाठीचार्ज हुआ है।